മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ചിത്രം മാർച്ച് 27-നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തുന്നത്. ആശീർവാദ് പ്രൊഡക്ഷൻസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എമ്പുരാൻ തിയേറ്ററുകളിലെത്തുന്ന മാർച്ച് 27-ന് തനിക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ടെന്ന് പറയുകയാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര. സിനിമയുടെ ടീസർ റിലീസ് ചടങ്ങിലാണ് ഇക്കാര്യം പറഞ്ഞത്. എമ്പുരാൻ കാണാൻ കാത്തിരിക്കുകയാണെന്നും സുചിത്ര പറഞ്ഞു. പൃഥ്വിരാജിന്റെ ടാലന്റും മുരളി ഗോപിയുടെ ബ്രില്യൻസും ചേർന്നാണ് ലൂസിഫർ ഒരുങ്ങുന്നത്. അവർ വീണ്ടും ഒന്നിക്കുന്നത് ആ ലോകത്തിന്റെ പുതിയ കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് ഉറപ്പാണ്. ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരികയാണ്. മാർച്ച് 27-ന് എമ്പുരാൻ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതേ ദിവസമാണ് എൻ്റെ മകളുടെ ജന്മദിനം. അതിനാൽ ആ ദിവസം എനിക്ക് 2 സന്തോഷമാണെന്നും സുചിത്ര പറഞ്ഞു. എമ്പുരാനിൽ മോഹൻലാലിനൊപ്പം ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ്കുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു എന്നിവരുമുണ്ട്. ഇവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമ്മൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിവരും ചിത്രത്തിലുണ്ട്. ദീപക് ദേവാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത്. സുജിത് വാസുദേവ് ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും നിർവഹിച്ചിരുന്നു. മാത്രമല്ല, പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠന്റെ മകളായ പ്രാർത്ഥന ഇന്ദ്രജിത്തും ഈ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ചിത്രം കാണാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ലൂസിഫറിനും വൻപിച്ച സ്വീകരണമായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എമ്പുരാനും മികച്ചതായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. അതിനിടെയാണ് ടീസർ ലോഞ്ച് ചടങ്ങിൽ സുചിത്ര ഇങ്ങനൊരു കാര്യം കൂടി പറഞ്ഞത്. തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട മകളുടെ ജന്മദിനവും മാർച്ച് 27-നാണ്. കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനും മോഹൻലാൽ പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട്. മകളും മകനുമൊക്കെ മിക്കവാറും വിദേശ യാത്രകളിലാണ് ഉണ്ടാകാറുള്ളത്. പ്രണവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുകയാകും പ്രണവ്. പ്രത്യേകിച്ച് ഒരു താരജാടയോ ഇത്രയും വലിയ താരത്തിൻ്റെ മകനാണെന്നുള്ള ജാടയോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത പ്രണവിനെ ആരാധകരും മതിമറന്നാണ് സ്നേഹിക്കുന്നത്. ഒരു സാധാരണക്കാരനെ പോലെയാണ് പ്രണവ്. എവിടെയും കറങ്ങി നടക്കുന്നതും എന്ത് ജോലി ചെയ്യാനും മനസ്സുള്ള ആളാണ് പ്രണവ്. മുൻപൊരവസരത്തിൽ സുചിത്ര തന്നെ പറഞ്ഞിരുന്നു, പ്രണവ് സ്പെയിനിൽ ഒരു ആട് ഫാമിലോ പശുവിൻ്റെ ഫാമിലോ ആണ് ജോലി ചെയ്യുന്നത്. അവിടെ ശമ്പളമൊന്നുമില്ല, താമസവും ഭക്ഷണവും മാത്രം ലഭിക്കുമെന്ന്. അങ്ങനെയാണ് പ്രണവ്. അതുകൊണ്ട് ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പ്രണവിൻ്റെ വിവാഹകാര്യമാണ് ആരാധകരും തിരക്കിയത്. പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് എപ്പോഴും ആരാധകരും ചോദിക്കാറുണ്ട്. ബറോ സിനിമയുടെ റിലീസിന് കാണാനെത്തിയപ്പോൾ പ്രണവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം കണ്ട വിദേശി വനിതയെ പ്രണവിൻ്റെ ഭാവി വധു എന്നായിരുന്നു സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത്. എന്നാൽ പ്രണവോ കുടുംബമോ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. 300 കോടി മുടക്കി മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറുകയായിരുന്നു.